9th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജി സെക്കൻഡ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ലെറ്റ് us assess questions. First question, which one of the following is related to the digestion of fat? Digestion of ഫാറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഏതാണ്? ബി ലിപ്പേസ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 32-ലുണ്ട് കേട്ടോ. Then second question, an illustration related to the circulatory system of human beings is given below. Analyze it and answer the questions. ഇതിൽ എന്താണ് ഹ്യൂമൻ ബീയിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം ആണ് അല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എ ക്വസ്റ്റ്യൻ, വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് പൾമണറി ആർട്ടറി? ഏതാണ് പൾമണറി ആർട്ടറി? എ എന്ന് അല്ലേ, എ പോയിന്റ്. ദെൻ വിച്ച് ബ്ലഡ് വെസൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ ഡി? ഇതിൽ ഡി ഏതാണ് സൂചിപ്പിക്കുന്നത്? അയോർട്ട. Then C question, does the blood that has entered the ventricles return to the atria? Why? എന്താണ് വെൻട്രിക്കിൾസിലേക്ക് എത്തിച്ചേരുന്ന ബ്ലഡ് അത് ആർട്ടറിയിലേക്ക് റിട്ടേൺ ആകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ റിട്ടേൺ ആകുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പിക്ചറിലേക്ക് ഒന്ന് വരാം അല്ലേ. എങ്ങനെയാണ് ഈ ഡബിൾ സർക്കുലേഷൻ നടക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ്? നമ്മൾ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഈ 4 ചേമ്പേഴ്സിൽ കൂടിയും എന്ത് നടക്കുന്നുണ്ട്? ബ്ലഡ് വന്നു പോകുന്നുണ്ട് അല്ലേ. ഇനി എങ്ങനെയാണ്? ഓർഗൻസ് ഓഫ് ദ ബോഡി അല്ലേ, ബോഡി പാർട്സിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വാനക്കോവ വഴി ഇവിടെ റൈറ്റ് ആട്രിയത്തിൽ എത്തുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്? അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഓക്സിജൻ്റെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് എത്തുന്നു? റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നു. ഇനി റൈറ്റ് ആട്രിയത്തിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എവിടേക്ക് പോകും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു ട്രൈക്യൂസ്പിഡ് വാൽവ് ഉണ്ട്. അപ്പോൾ ഇതിനെന്താ പ്രത്യേകത? റൈറ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ ട്രൈക്യൂസ്പിഡ് വാൽവ് എന്താവും? ക്ലോസ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് റിട്ടേൺ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പിന്നെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. പൾമണറി ആർട്ടറി വഴി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് എത്തും? ലങ്സിലേക്ക് എത്തും. അപ്പോൾ ഈ ലങ്സിൽ എന്താണ് പ്രത്യേകത? ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലുള്ള വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും, ലങ്സിൽ നിന്ന് പുറത്തേക്ക് കളയും. എന്നിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി എവിടേക്ക് എത്തും? ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തിച്ചേരും. ഇനി ലെഫ്റ്റ് ആട്രിയത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്? ബ്ലഡ് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പിന്നീട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. ഇവിടെ ഫില്ലായി കഴിയുമ്പോൾ ഇവിടെയും എന്തുണ്ട്? ബൈക്യൂസ്പിഡ് വാൽവ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്യൂസ്പിഡ് വാൽവ് ക്ലോസ് ആവും. അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് റിട്ടേൺ പോകാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് നേരെ എങ്ങനെയാണ്? അയോർട്ട വഴി എവിടേക്ക് എത്തും? ഓർഗൻസ് ഓഫ് ദ ബോഡി, ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിച്ചേരും. The blood that has entered the ventricles through tricuspid valve and bicuspid valve, when the ventricles are full, the tricuspid valve and bicuspid valve shuts. This prevents blood from flowing backward to the atrium when the ventricles contract. Then D question, what is the importance of double circulation in human? ഈ ഹ്യൂമൻ സർക്കുലേഷൻ എന്താണ്? നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്നാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാണത് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡബിൾ സർക്കുലേഷൻ? ഇറ്റ് ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ദ മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇവ തമ്മിലുള്ള മിക്സിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ അലോസ് എ ഹൈലി എഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ to the body and the removal of carbon dioxide. എന്താണ്? ഓക്സിജനെ ബോഡിയുടെ മറ്റുള്ള പാർട്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത് അല്ലേ, അത് അതിനെ അലോ ചെയ്യുന്നുണ്ട്. ദെൻ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 39 and 40-ലായിട്ടുണ്ട് കേട്ടോ. Third question, a flow chart on the path of nutrients is given below. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇതാണ് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് അല്ലേ. പാത്ത് ഓഫ് ന്യൂട്രിയൻസ്, എങ്ങനെയാണ് ന്യൂട്രിയൻസ് എവിടേക്ക് ഹാർട്ടിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാത്ത്.
ഇനി അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണ്? നെയിം ദ ബ്ലഡ് വെസൽസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റേഴ്സ് എ ബി ആൻഡ് സി. ഇതിലെ എയും ബിയും സിയും ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എയും ബിയും സിയും? ഏതാണ്? എ പോർട്ടൽ വെയിൻ, ബി ഹെപ്പാറ്റിക് വെയിൻ, സി വെൻ കാവ. B question. Do all the nutrients absorbed from the small intestine have the same path? Explain. Yes, the simple nutrients that are absorbed from the small intestine reach the liver through the capillaries in the hepatic portal vein. From there, it goes through hepatic vein and vena cava to reach the heart. എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും വരുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലേ, അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ലിവറിലേക്ക് എങ്ങനെയാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലുള്ള കാപ്പിലറീസ് വഴിയാണ് എവിടേക്ക്? ലിവറിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ഫ്രം ദർ, അവിടെ നിന്നും ഇറ്റ് ഗോസ് ത്രൂ ഹെപ്പാറ്റിക് വെയിൻ ആൻഡ് വാൻകാവ. എന്താണ്? അവിടെ നിന്നും ഹെപ്പാറ്റിക് വെയിനും വാൻകാവയും വഴി എവിടേക്ക് എത്തിച്ചേരുന്നു? ഹാർട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഇത് നമ്മുടെ പേജ് നമ്പർ 36 കേട്ടോ. Fourth question. Which among the following processes take place by utilizing energy? ഏതാണ്? Entry of sucrose into the sieve tube. ഇത് പേജ് നമ്പർ 49 ഉണ്ട് കേട്ടോ. Then fifth question. Redraw the figure given below. Name and label the parts based on the indicators. എന്താണ്? പിക്ചറിനെ റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഏതാണ്? പാർട്ട് വേർ ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് ആർ സീൻ. എവിടെയാണ് ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് സീൻ ചെയ്യുന്നത് എന്ന്? എവിടെയാണ്? പൾപ്പ് കാവിറ്റി. ദെൻ ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ ഗം. ഏതാണ്? സെമെൻറ്റം. ദ ലിവിങ് ടിഷ്യൂ ബൈ വിച്ച് ടൂത്ത് ഈസ് മെയ്ഡ്? ഡെൻറ്റൈൻ. അപ്പോൾ ഇതൊക്കെ ഇവിടെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 30 കേട്ടോ.